ബഹൂട്ടി എന്ന ചാപ്റ്ററാണ്. അതൊരു കഹാനിയാണ്. എന്തുവാ കഹാനി എന്ന് പറഞ്ഞാൽ? കഹാനി എന്തുവാ? കഥ. അപ്പോൾ ബീർ ബഹൂട്ടി, എന്തോ ഈ ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ബീർ ബഹൂട്ടി എന്തുവാന്ന്? എന്തുവാ? ഒരു ചുവന്ന ജീവി. അതായത് ഈ മഴക്കാലത്ത് നമ്മുടെ പാടത്തും ഈ ചെളി പ്രദേശങ്ങളിലൊക്കെ കാണുന്ന ഒരു ചുവന്ന ജീവിയാണ് ഈ ബീർ ബഹൂട്ടി എന്ന് പറയുന്നത്. ബീർ ബഹൂട്ടി അതിന് നമ്മൾ പിന്നെ ഇന്ദ്രകോപം എന്നാണ് പറയുന്നത്. അത് ചുവന്ന ഒരു ജീവിയാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഈ കഥ എഴുതിയതാരാണെന്നറിയാമോ? പ്രഭാത് എന്ന ആളാണ് ഈ കഥ എഴുതിയത്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1972 ഇദ്ദേഹം ജനിച്ചത്. ഈ പ്രഭാത് അദ്ദേഹം ജനിച്ചത് 1972. അദ്ദേഹം ഒരു കവിയും സാഹിത്യകാരനും ഒക്കെയാണ്. ഈ നിലകളിലൊക്കെ അറിയപ്പെടുന്ന പ്രഭാത്, അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നോക്കാം. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बच हुआ था. എന്തുവാ ബാദൽ? ബാദൽ മീൻസ് എന്തുവാ? മേഘം. ബാദൽ ബഹുത്ത് ബർസ് ലിയേ തേ. ബാദൽ ബഹുത്ത് ബർസിന എന്ന് വെച്ചാൽ എന്താ? പെയ്യുക. ബാദൽ ബർസ് ലിയേത്ത് എന്ന് വെച്ചാൽ എന്താണ്? മഴ പെയ്തിരുന്നു. ഫിർഫി എന്നിട്ടും, ബഹുത്ത് സാര വളരെയധികം, പാനി വെള്ളം, വളരെയധികം ജലം, ഉന്മേ ബച്ചാ ഹുവാത്ത അതിൽ അവശേഷിക്കുന്നു. വളരെയധികം ജലം എന്നിട്ടും അതിൽ അവശേഷിക്കുന്നു. എവിടെ അവശേഷിക്കുന്നു? മേഘങ്ങളിൽ, അല്ലേ? വളരെയധികം ജലം എന്നിട്ടും അവിടെ അവശേഷിക്കുന്നുണ്ട്. വേ ഖേത്തോം ജംഗലോं के ऊपर छाए हुए थे. വേ ഖേത്തോം ഇതാ ഖേത്ത് വയലുകൾ, അല്ലേ? ഖേത്തോം ജംഗലോം ഇതാ ജംഗൽ വനം, അല്ലേ? ഖേത്തോം ജംഗലോം കെ ഊപ്പർ ഛായേ ഹുയേ ഇതാ ഛായേ ഹുയേ വ്യാപിക്കുന്നു. ഇതാ എവിടെയൊക്കെയാണ് മഴ പെയ്തത്? എവിടെയൊക്കെയാണ്? വയലുകളിലും വനപ്രദേശങ്ങളിലുമെല്ലാം മഴ വ്യാപിച്ചിരിക്കുന്നു. സാരാ ആകാശ് മേഘോം സേ ഭരാധ. എന്താ സാര? മുഴുവൻ, എല്ലാം. സാര ആകാശ് എന്താണ്? ആകാശം മുഴുവൻ. മേഘോ സേ ഭരാധ മേഘങ്ങളാൽ ഭരാധ എന്താ? ഭരാധ നിറഞ്ഞിരുന്നു. അപ്പം ആകാശം മുഴുവൻ എന്താ വ്യാപിച്ചിരുന്നത്? മേഘങ്ങൾ വ്യാപിച്ചിരുന്നു. मेघों से भरा था, मेघों की छायाओं में गीली हवाएं इधर उधर घूम रहा था. മേഘോം കി ഛായാവോമി മേഘത്തിൻ്റെ ഛായ, നിഴൽ. മേഘോം കി ഛായ മേഘങ്ങളുടെ നിഴലിൽ. ഛായാവോമി ഗീലി ഹവായെ ഗീലി നനഞ്ഞ, ഹവായെ കാറ്റ്, ഹവ കാറ്റ്. ഗീലി ഹവായും ഇധർ ഉധർ എന്താ? ഇധർ ഉധർ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇധർ ഉധർ ഘൂം രഖീഥി എന്താ? ഘൂം രഖിന ചുറ്റിയടിച്ചിരുന്നു. മനസ്സിലായോ? മേഘോങ്കി ഛായാമേം ഇതാണ് മേഘത്തിൻ്റെ ഈ നിഴൽ എന്തുവാണ്? തണുത്ത കാറ്റ് ചുറ്റിയടിച്ചിരുന്നു.
പേടോങ്കെ തനി അഭീഭി ഗീലേത്തെ. എന്താ പേടോങ്കെ തനി? പേട് മരം, വൃക്ഷം. പേടോങ്കെ തനി, തനി തായ്തടി, വൃക്ഷത്തിൻ്റെ തടിയില്ലേ, തടി ഭാഗം. പേടോങ്കെ തനി അഭീഭി ഇപ്പോഴും ഗീലേത്തെ. എന്താ ഗീലേ? നനഞ്ഞിരിക്കുന്നു. ആ തായ്തടി ഇപ്പോഴും നനഞ്ഞിരിക്കുന്നു. മൂങ്കുഫലിയോങ്കെ ഹരേ ഖേത്തോ മീം. മൂങ്കുഫലി ഗ്രൗണ്ട് നട്ട്, നിലക്കടല. മൂങ്കുഫലിയോങ്കെ ഹരേ ഖേത്ത്. ഹരേ ഖേത്ത് പച്ച പിടിച്ച വയൽ. ഹരേ ഖേത്തോ മീം പീലെ ഭൂൽ. പീല, പീല എന്തോ യെല്ലോ, മഞ്ഞ. പീലെ ഫൂലോ, ഫൂൽ പൂവ്. അഭീഭി ഇപ്പോഴും. ഗീലേത്തെ, ഗീലേത്തെ എന്താണ്? നനഞ്ഞിരിക്കുന്നു. എന്തിൻ്റെയാ? മൂങ്കുബലിയോങ്കെ. എന്താ മൂങ്കുബലി? എന്താ മൂങ്കുബലി? ഗ്രൗണ്ട് നട്ട്. മൂങ്ഫലിയോങ്കെ ഹരേ ഖേത്തോമേയും. മൂങ്കുഫലിയുടെ അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ടിൻ്റെ അല്ലെങ്കിൽ നിലക്കടലയുടെ പച്ച പിടിച്ച വയലുകൾ ഖേത്തോമീം പീലെ ഭൂൽ മഞ്ഞപ്പൂക്കൾ ഇപ്പോഴും ഗീലേത്തെ, ഗീലേത്തെ നനഞ്ഞിരിക്കുന്നു. ഖേത്തോമീം ചോട്ട ചോട്ട ബാജറ ഉഗാത്ത. ഖേത്തോമീം വയലുകൾ, ചോട്ട ചോട്ട ചെറിയ ചെറിയ, ബജറ, ബജറ ഇതാണ് ബജറ, അറിയ ധാന്യം. ബജറ, ബജറ ഉഗാത്ത. എന്താ? ഉഗിന മുളയ്ക്കുക, ഉഗിന മുളയ്ക്കുക, മുളച്ചിരിക്കുന്നു. ചെറിയ ചെറിയ ബജറ മുളച്ചിരിക്കുന്നു. ബജറേക്കെ ലംബെ പത്തലെ പാത്തോമീം പാനി കി ബൂന്തേം അടക്കി ഹുയി ഹേ. നോക്കിയേട്ടാ, ബജറേക്കെ ബജറയുടെ, ലംബ, ലംബ നീളമുള്ള, ലംബെ പത്തലെ, പത്തല കനം കുറഞ്ഞ, നീളമുള്ളതും കനം കുറഞ്ഞതുമായ, പത്തോമേം പത്ത ലീഫ് ഇല, നീളമുള്ളതും കനം കുറഞ്ഞതുമായ ഇലകളിൽ, ബൂന്തേം, ബൂന്തേം വെള്ളത്തുള്ളികൾ, അടക്കി ഹുയി ഥി. എന്താണ്? എന്താ അടക്കി ഹുയി? പറ്റിയിരിക്കുക. ഇപ്പോഴും ആ ബജറയുടെ നീളമുള്ളതും കനം കുറഞ്ഞതുമായ ഇലകളിൽ വെള്ളത്തുള്ളികൾ പറ്റിയിരിക്കുന്നു. മനസ്സിലായോ? അടക്കി ഹുയി ഥി. ബാരിश की हवा में गीले खेतों और बारिश की हरियाली की गंध खुली हुई थी. बारिश की हवा. द बारिश, द बारिश മഴ. बारिश की हवा, हवा में गीले खेतों. ഇതാണ് ഈ മഴക്കാലത്തെ കാറ്റിൽ, ഗീലെ ഖേത്തോം നനഞ്ഞ വയലുകൾ, ഗീലെ ഖേത്തോം ഔർ ബാരിശ് കി ഹരിയാലി കി ഗന്ത് ഖുലി ഹുയി തി. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ബാരിശ് കി ഹവ, എന്താണ്? മഴക്കാലത്തെ കാറ്റും, ആ ഗീലെ ഖേത്തും എന്താണ്? നനഞ്ഞ വയലുകളിലും, ബാരിശ് കി ഹരിയാലി മഴയുടെ പച്ചപ്പിൽ, ഹരിയാലിക്ക് ഗന്ധ് ഖുലി ഹുയി. എന്താണ്? അവിടെയെല്ലാം അങ്ങനെ ഒരു ഗന്ധം. ഈ മഴക്കാലത്ത് മഴ നനഞ്ഞ ഒരു മഴ നനഞ്ഞ് മണ്ണിൻ്റെയും പച്ചപ്പിൻ്റെയും ഒരു ഗന്ധം അവിടെ വ്യാപിച്ചിരിക്കുന്നു. മനസ്സിലായോ? നിങ്ങൾ വായിക്കണോ ഞാനത്? ഒന്ന് നോക്കിയേ. ബാദൽ ബഹുത്ത് ബർസലിയേ थे फिर भी बहुत सारा पानी उनमें
बचा हुआ था। वे खेतों जंगलों के ऊपर छाए हुए थे। सारा आकाश मेघों से भरा था। मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी। पेड़ों के तने अभी भी गीले थे। मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे। खेतों में छोटा छोटा बाजरा उगा था। बजरे के लंबे पतले पत्तों में पानी की बूंदें अटकी हुई थी। बारिश की हवा में गीले खेतों और बारिश की हरियाली को गंध खुली हुई थी. വായിച്ചു നോക്കാമോ? നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഒന്ന് നോക്കിയാട്ട്. उन्हें बीर बखूटियों से मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते. उन्हें എന്താ അവർക്ക് ബീർ ബഹൂട്ടിയോം. എന്താ ബീർ ബഹൂട്ടിയാം പറഞ്ഞെന്നാണല്ലോ. എന്തുവായിരുന്നു ഇതിൻ്റെ പേര്? ഇന്ദ്രകോപം. ഇന്ദ്രകോപത്തെ നിന്നും മിൽന ഹോത്താത്ത. എന്താ മിൽന? ലഭിക്കുക. ഈ ബീർ ബഹൂട്ടിയെ കിട്ടുന്നതിന് വേണ്ടി, ലഭിക്കുന്നതിന് വേണ്ടി സോ वे स्कूल के लिए घर से कुछ समय पहले निकल आते. वे स्कूल के लिए അവർ സ്കൂളിലേക്ക് घर से कुछ समय ആണ് വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ കുച്ച് സമയ പഹലെ നികലാത്തെ. എന്താണ്? ഇവർക്ക് ബീർ ബഹൂട്ടിയെ പിടിക്കുന്നതിന് വേണ്ടി അല്ലെ കിട്ടുന്നതിന് വേണ്ടി സ്കൂളിലേക്ക് പോകുന്നത് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. മനസ്സിലായോ? കസ്ബേസെ, കസ്ബ എന്ന് പറഞ്ഞാൽ കസ്ബ ചോട്ടാ സ്ട്രീറ്റ്, ചെറിയ ആണ് തെരുവ്, സ്മാൾ സ്ട്രീറ്റ് എന്ന് പറയാം കേട്ടോ. ആ ചെറിയ തെരുവിൽ ചോട്ടെ കസ്ബേക്ക് कस्बे से सड़े इन खेतों में बीर बखूटियाँ खोजा करते थे. നോക്കിയിട്ട് കസ്ബേ സെ സഡേ ഇൻ ഖേത്തോമേ. കസ്ബേ സെ എന്താ? കസ്ബ തെരുവ്. മനസ്സിലായോ? കസ്ബേ സെ ഇൻ ഖേത്തോമേ ബീർ ബഹൂട്ടിയാം ഖോജത്തെ थे. എന്താണ്? കസ്ബേ സെ അത് അവർ എന്താ ചെയ്തിരുന്നത്? ബീർ ബഹൂട്ടിയെ പിടിക്കുന്നതിന് വേണ്ടി അല്ലെ കിട്ടുന്നതിന് വേണ്ടി സ്കൂളിൽ പോകുന്നതിന് അല്പം നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെന്താ ചെയ്തത് അവർ? കസ്ബേ സെ സഡേ ഇൻ ഖേത്തോമേ. ഇതാണ് കസ്ബയോട് ചേർന്ന, അതായത് ചെറിയ തെരുവിനോട് ചേർന്ന ഈ വയലിൽ ബീർ ബഹൂട്ടിയാം ഖോജിത്തേത്തെ. എന്താ? ബീർ ബഹൂട്ടിയെ ഖോജിന അന്വേഷിക്കുക, തിരക്കുക. അന്വേഷിച്ചിരുന്നു. അവർ ബീർ ബഹൂട്ടിയെ നോക്കിയിരുന്നു. എവിടെ? ഈ തെരുവുകളിൽ അല്ലേ? ഈ തെരുവുകളിലെ ഈ തെരുവിനോട് ചേർന്ന വയലിൽ ബീർ ബഹൂട്ടിയെ അവർ നോക്കിയിരുന്നു. സുർഖ മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയാം. എന്താ സുർക്ക് എന്ന് വെച്ചാൽ എന്താ? ചുവപ്പ് നിറത്തിലുള്ളത് സുർക്ക് എന്ന് വെച്ചാൽ കേട്ടോ. മുലായം സോഫ്റ്റ്, മൃദുവായത് കേട്ടോ. സുർക്ക് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയാം. സോഫ്റ്റായതും ചുവപ്പ് നിറത്തിലുമുള്ള ബീർ ബഹൂട്ടികൾ. എന്താ ബീർ ബഹൂട്ടികൾ? ഈ ചെറിയ പ്രാണികൾ. ബീർ ബഹൂട്ടിയാം ഖോജ കർത്ത. എന്താ? ഖോജിന
അന്വേഷിച്ചുകൊണ്ട് തിരഞ്ഞുകൊണ്ടേയിരുന്നു. ഓക്കെ, ബീർ ബഹൂട്ടിയാം ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. എന്താണ് എങ്ങനെയുള്ള ബീർ ബഹൂട്ടികളാണ്? ചുവപ്പ് നിറത്തിലുള്ള, പിന്നെ ചുവപ്പ് നിറത്തിലും പിന്നെ സോഫ്റ്റ് ആയതുമായ ബീർ ബഹൂട്ടികൾ. ധർത്തി പർ, ധർത്തി ഭൂമിയിൽ, ചൽത്തി ഫിർത്തി എന്താണ്? ചലന, ഇഴഞ്ഞു നടക്കുന്ന ഖൂൻ കി, ഖൂൻ ബ്ലഡ്, രക്തം, ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തയും. എന്താണ് പ്യാരി പ്യാരി ബൂന്തയും? ഭൂമിയിൽ ചുറ്റിക്കറങ്ങുന്ന പ്യാരി, പ്യാരി മനോഹരമായ, കേട്ടോ, പ്യാരി പ്യാരി എന്താണ്? മനോഹരമായ ഖൂൻ കി ബൂന്തേ. എന്താ ഖൂൻ കി ബൂന്തേ? ഖൂൻ എന്താണ്? രക്തം, രക്തത്തുള്ളികളാണെന്ന്, കേട്ടോ. എന്തൊക്കെയാണ് പറഞ്ഞത്? കസ്ബേ സെ സഡേ ഇൻ ഖേത്തോ മേ ബീർ ബഹൂട്ടിയാം ഖോജാ കർത്തെ സുർക്ക് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയാം ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. ഭൂമിയിൽ ചുറ്റിത്തിരിയുന്ന ചെറിയ ചെറിയ രക്തത്തുള്ളികളാണ്, അല്ലേ? മനോഹരമായ ചെറിയ രക്തത്തുള്ളികളാണെന്ന് തോന്നിപ്പോകും. വേ ഏക് ദൂസരേക്ക് ബഹുത്ത് നസ്തീക്ക് രഹ്കർ ബൽക്കി കഹിന ചാഹേ ബിൽക്കുൽ സഡ്കർ ബീർ ബഹൂട്ടിയാം ഖോജത്തെ. വേ ഏക് ദൂസരേക്ക്, അത് ഏക് ദൂസരെ പരസ്പരം, അവർ പരസ്പരം, ഏക് ദൂസരേക്ക് ബഹുത്ത് നസ്തീക്ക് വളരെ അടുത്ത്, രഹ്കർ വളരെ അടുത്ത് നിന്നുകൊണ്ട്